മനസ്സ് നന്നാവട്ടെ. നമ്മുടെ NSS ക്യാമ്പിന്റെ പ്രോജക്ട്സ് വന്ന സമയത്ത് ശരണാലയം സന്ദർശിക്കുക എന്നുള്ളത് അതിനകത്തുള്ള ഒരു പ്രോജക്റ്റ് ആയിരുന്നു. പ്രോജക്റ്റിന്റെ പേര് തന്നെ സുഹൃതം എന്നാണ്. അപ്പോൾ ഈ പ്രോജക്റ്റിന്റെ ഭാഗമായിട്ട് നമ്മള് ഇങ്ങനെ സ്ഥാപനങ്ങൾ നമുക്ക് മുമ്പ് ഏകദിന ക്യാമ്പ് വന്നപ്പോഴും നമ്മള് ഒരു ശരണാലയം പോലെ ഒരു വയോജന സങ്കേതം നമ്മള് സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ പിള്ളേര് അവിടുത്തെ ആൾക്കാരുമായിട്ട് അവിടുത്തെ സഹോദരങ്ങളുമായിട്ട് ഇടപെട്ട് പലതരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇതിനകത്തുള്ള ഈ ക്യാമ്പിൽ ഇങ്ങനെ പ്രോജക്ട്സ് വെക്കുന്നതിന്റെ ഉദ്ദേശം. ഇപ്പൊ നമ്മുടെ വോളണ്ടിയേഴ്സിന് ഈ സന്ദർശനം പ്രയോജനപ്രദമായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മുടെ വോളണ്ടിയേഴ്സിന്റെ അടുത്ത് ഇവിടുത്തെ സഹോദരങ്ങളോട് 2 വാക്ക് സംസാരിക്കുന്നതിന്, ഇവിടുത്തെ ഒഫീഷ്യൽസിന്റെ അടുത്തും 2 വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ പ്രിൻസിപ്പൽ കൂടിയായ പാർവതി ടീച്ചറിനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. വളരെ സന്തോഷമുണ്ട് ഈ ഒരു സായാഹ്നം നിങ്ങളെയൊക്കെ കാണാൻ സാധിച്ചതിൽ. ഇപ്പം സാറ് സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ VHSC NSSന്റെ പ്രൊജക്റ്റ് എല്ലാം നമ്മൾ പറയും മൈക്രോ ലെവൽ പ്ലാനിങ് ആണ്. അതായത് കുട്ടികൾക്ക് മാനസികമായിട്ട് അവരുടെ ശീലങ്ങളെ അവരുടെ ചിന്തകളെയൊക്കെ റിഫൈൻ ചെയ്യാൻ, പ്യൂരിഫൈ ചെയ്യാനുള്ള പരിപാടിയാണ് നമ്മൾ എപ്പോഴും ആസൂത്രണം ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഓൾഡ് ഏജ് ഹോമിൻ്റെ ഒരു വിസിറ്റ് കൂടെ അതിനകത്ത് ഉൾപ്പെടുത്തിയത്. അപ്പോൾ വാർദ്ധക്യം എന്ന് പറയുന്നത് എല്ലാവരുടെയും ജീവിതത്തിൽ ആയുസ്സുണ്ടെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വരുന്നൊരു ഘട്ടം തന്നെയാണ്. അപ്പം അതിനെയൊക്കെ ഒരു സമചിത്തതയോടെയും സഹിഷ്ണുതയോടെയും കാണാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്ക് ഉണ്ടാവണം. അതുകൊണ്ടാണ് നിങ്ങളെ ഇവിടെ കൊണ്ടുവന്നത്. അതല്ലാതെ പാട്ട് പാടാനോ ചായ കുടിക്കാനോ ഒന്നുമല്ല, നിങ്ങളുടെ മാനസിക പരിവർത്തനത്തിന് വേണ്ടിയാണ് നിങ്ങളെ ഇവിടെ കൊണ്ടുവന്നത്. എന്തായാലും സാറ് വളരെയധികം സന്തോഷമുണ്ട്. ഇങ്ങനെയൊരു കാര്യം തുടങ്ങാൻ കാണിച്ച മനസ്സും അതൊക്കെ സാധാരണക്കാർക്ക് പറ്റില്ല. ഞാനിപ്പോൾ ആലോചിക്കുക, എന്നെ കൊണ്ട് പോലും പറ്റുന്നൊരു കാര്യമല്ല. അത്രയും വിശാലമായൊരു മനസ്സുണ്ടെങ്കിൽ മാത്രമേ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഇതിൻ്റെ പിന്നിലുള്ള എല്ലാവരോടും ഉള്ള സന്തോഷം പ്രകടിപ്പിക്കുന്നു. അതുപോലെ തന്നെ നല്ലൊരു ദിവസം, നല്ലൊരു സായാഹ്നം തന്ന എല്ലാവർക്കും നന്ദി. സ്കൂളിൻ്റെ പേരിലും വോളണ്ടിയേഴ്സിൻ്റെ പേരിലും താങ്ക് യു. നമ്മുടെ സ്കൂളിലെ HM ആയ ഈ സ്ഥാപനത്തിന്റെ ഒട്ട് അയൽവക്കത്ത് താമസിക്കുന്ന ശ്രീലത ടീച്ചറിനെ 2 വാക്ക് സംസാരിക്കാം. നമസ്കാരം. തൊട്ടയൽവക്കെന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു വിഷമമായിപ്പോയി. ഇതുവരെയും ഇങ്ങോട്ട് വരാനുള്ള ഒരവസരം എനിക്ക് കിട്ടിയിട്ടില്ല. ഒരവസരം കിട്ടിയിരുന്ന അന്ന് എന്നെ അവിടെ കിട്ടിയുള്ള സുരേഷ് സാർ എന്നെ വിളിച്ചിരുന്നു. എൻ്റെ ഉദ്ഘാടനത്തിനോടനുബന്ധിച്ചായിരുന്നെന്ന് തോന്നുന്നു. അന്ന് ഞാൻ കുന്നം സ്കൂളിൽ HM ആയിരുന്നു. അന്ന് എന്തോ എനിക്ക് വരാൻ പറ്റാതെ വന്നു. പിന്നെ എനിക്ക് ഇതുവരെ ഇങ്ങോട്ട് വരാൻ പറ്റിയില്ല. അപ്പോൾ ഇങ്ങനെയൊരു പ്രോഗ്രാം സംഘടിപ്പിക്കുന്നു NSS വോളണ്ടിയേഴ്സ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ടീച്ചേഴ്സിനോട് പറഞ്ഞു, എന്നെ അറിയിക്കണം, നിങ്ങൾ വരുന്ന സമയം അറിയിക്കണം, എനിക്ക് എന്തായാലും വരണം എന്നുള്ളൊരാഗ്രഹം ഞാൻ പ്രകടിപ്പിച്ചു. അപ്പോൾ എല്ലാവരെയും പരിചയപ്പെടാൻ പോകുന്നതേ ഉള്ളെങ്കിലും ഇങ്ങനൊരു അവസരം ഉണ്ടാക്കി തന്നതിന് NSS ഭാരവാഹികളോട് ആദ്യം തന്നെ നന്ദി പറയുന്നു. പിന്നെ ശോഭാമാമിനെ ഞാൻ എപ്പോഴും ഇതുവഴി പോകുമ്പോൾ കാണാറുണ്ടായിരുന്നു, മകനെയും. ഇതിനുള്ളിലേക്ക് ഞാൻ ആദ്യമായിട്ടാണ് വന്നതന്നേ ഉള്ളൂ. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ അറിയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു അവസരം ലഭിച്ചതിൽ എനിക്ക് ഒരുപാട് എനിക്ക് സന്തോഷമുണ്ട്. ഇതിന് മുൻകൈ എടുത്ത എല്ലാവർക്കും നന്ദി. മുരുകൻ സാറിനെയൊക്കെ എനിക്ക് നേരത്തെ മുതലേ പരിചയമുണ്ട്. അപ്പോൾ സാറൊക്കെയാണ് ഇതിന് മുൻകൈ എടുത്തത്. പിന്നെ സാറിനെ ഞാനിപ്പോഴാണ് കാണുന്നത്, സുനിൽ സാറല്ലേ. അപ്പോൾ എല്ലാവരോടും വളരെ എൻ്റെ സന്തോഷം അറിയിക്കുന്നു. നന്ദി. നമ്മുടെ അസിസ്റ്റന്റ് DO ആയ വിനോദ് സാറിനെ 2 വാക്ക് പറയുന്നതിനായിട്ട് മനസ്സ് നന്നാവട്ടെ. നമ്മുടെ ആരവം സപ്തദിന സഹവാസ ക്യാമ്പിന്റെ ഭാഗമായിട്ട് വിവിധങ്ങളായ പ്രോജക്റ്റുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ സംസ്ഥാന തലത്തിലെ ഒരു സ്പെഷ്യൽ പ്രോജക്റ്റ് ആയിരുന്നു സുഹൃതം എന്ന് പറയുന്നത്. അപ്പോൾ വയോജനങ്ങളുമായി വോളണ്ടിയേഴ്സിന് സംവദിക്കാനുള്ള ഒരവസരം ഒരുക്കണം. അപ്പൊ അതിനുവേണ്ടി ഇങ്ങനെ ഒരു പ്രോജക്റ്റ് വന്നപ്പോൾ തന്നെ
പ്രോഗ്രാം ഓഫീസറായ ചിത്ര ടീച്ചർ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് സ്ഥാപനം നോക്കിയപ്പോഴാണ് ഇങ്ങനെ ഒരു സ്ഥാപനം ഉണ്ട് എന്നറിയുന്നത്. അപ്പോൾ അങ്ങനെ തന്നെ അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ കോണ്ടാക്ട് നമ്പറൊക്കെ എടുത്ത് ടീച്ചർ വിളിച്ചു. അപ്പോൾ നമ്മുടെ ക്യാമ്പ് സെന്റർ എന്ന് പറയുന്നത് കുറത്തിക്കാടാണ്. അപ്പൊ അവിടെ നിന്ന് ഇവിടേക്ക് അധിക ദൂരമില്ല. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ എത്തി അവിടെയുള്ള കുട്ടികളോട് സംവദിക്കാൻ, അതായത് കുട്ടികൾ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. അതിനുവേണ്ടി തന്നെയാണ് ആ പ്രോജക്റ്റ് നമ്മുടെ ക്യാമ്പുകളിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. നേരത്തെ സ്വാഗതം പറഞ്ഞ കൂട്ടത്തില് ആ സാറ് പറഞ്ഞിരുന്നു NSSന്റെ ഒരു സ്പെഷ്യൽ പ്രോജക്റ്റ് ആയിട്ടാണ്. കാരണം ഇനി വരുന്ന തലമുറയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വിദ്യാർത്ഥികളാണെങ്കിൽ, അതായത് വോളണ്ടിയേഴ്സ് ആണെങ്കിലും എല്ലാവരും സ്വയം ഒതുങ്ങിക്കൂടുകയാണ്. അവര് അച്ഛനമ്മമാരെ ശ്രദ്ധിക്കാതെ പോകുന്നു. അപ്പൊ ആ കാര്യങ്ങൾ അടുത്തറിയാനും അവരുടെ വിഷമങ്ങൾ എന്തൊക്കെയാണ്, അല്പസമയം അവരോട് സംസാരിച്ചു കഴിയുമ്പോൾ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാൻ വോളണ്ടിയേഴ്സിനൊരു അവസരമൊരുക്കും. അപ്പൊ തീർച്ചയായിട്ടും നിർവാഹികളോടും എന്റെ ഹൃദയത്തിന്റെ പേരിലും യൂണിറ്റിന്റെ പേരിലുമുള്ള നന്ദി അറിയിച്ചു കൊടുക്കുന്നു. ഈ ഒരു പ്രോജക്റ്റ് വന്നപ്പോഴത്തേക്കും നമ്മൾ സെന്റ് ജോൺസ് കുറത്തിയാടാണ് ക്യാമ്പ് നടക്കുന്നത്. അപ്പോൾ സാറ് പറഞ്ഞതുപോലെ ഇതിന്റെ പരിസരത്ത് എവിടെയെങ്കിലും ഇങ്ങനെ ഒരു സ്ഥാപനം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആർക്കും അറിയത്തില്ല. ഞാനാണ് ആദ്യമായിട്ട് താമസിക്കുന്ന തിരുവനന്തപുരത്തായിട്ട് വീട്. അപ്പൊ എനിക്ക് ഒന്നും അറിയത്തില്ല. അപ്പൊ സാറിനോട് ചോദിച്ചപ്പോൾ സാറ് പറഞ്ഞു അവിടെ പരിസരത്തുണ്ട് പറഞ്ഞപ്പോഴും നമുക്ക് ഗൂഗിള് നോക്കിയപ്പോഴാണ് ഇങ്ങനൊരു സ്ഥാപനം ഉള്ളത് നമ്മൾ അറിയുന്നത്. അപ്പൊ തന്നെ അതിൽ നിന്ന് നമ്പർ എടുത്ത് അപ്പോഴേ വിളിച്ച് അന്ന് തന്നെ നമുക്ക് ഈ പ്രോഗ്രാം ഇവിടെ വന്ന് നമ്മുടെ വയോജനങ്ങളുമായിട്ട് ഒന്ന് ഇടപെടാൻ സാധിക്കുമെന്നുള്ള അന്ന് തന്നെ വിളിച്ചപ്പോൾ സാറ്, ഇവിടുത്തെ സാറ്, എനിക്കൊന്ന് മുരുകൻ സാറാന്ന് തോന്നുന്നു സംസാരിച്ചത്. അപ്പൊ സാറ് അന്ന് തന്നെ പറഞ്ഞായിരുന്നു ഒരു കുഴപ്പമില്ല, പല സ്കൂളുകളിൽ നിന്ന് SPC യൂണിറ്റുകളിൽ നിന്നും വിസിറ്റിന് വരുന്നുണ്ട്, സാധാരണ വരുന്നുണ്ട്. അപ്പൊ അതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ ടൈം എപ്പോഴാണെന്ന് പറഞ്ഞാല് അതനുസരിച്ച് നിങ്ങൾ ഇങ്ങ് വന്നാൽ മതി, ഒരു കുഴപ്പമില്ല, വന്നാൽ മതി. അപ്പൊ ഇങ്ങനെ ഒരു വലിയ ഒരു സഹായം ആണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അറേഞ്ച് ചെയ്തെന്ന. ഇത്രയും അറേഞ്ച് ചെയ്തെന്ന് മാത്രമല്ല, ഇത്രയും നല്ലൊരു സ്ഥാപനം ഇവിടെ നടത്തിക്കൊണ്ടു പോകാന്ന് പറയുന്ന ഒരു വലിയ ജോലി ചെയ്യുന്ന ഇവിടുത്തെ സുനിൽ സാറ്, മുരുകൻ സാറ്, ശോഭ മാം, എല്ലാവർക്കും, ബാലചന്ദ്ര സാറ്, എല്ലാ അപ്പോഴേ നമുക്കറിയില്ല സ്ഥാപനം ഉണ്ട്. ഇതിന് പുറകെ നടന്ന് ഇത് ഈ കാര്യങ്ങൾ നേരെ ചെയ്യുന്ന അവർക്ക് എല്ലാവർക്കും നമ്മുടെ NSS യൂണിറ്റിന്റെ പേരിൽ ഒരു നല്ല ക്ലാപ്പ് കൊടുക്കണം. അപ്പൊ ഈ അവസരം നമുക്ക് നമ്മുടെ വോളണ്ടിയേഴ്സിന് തന്ന ഇവിടുത്തെ മൊത്തം ഒഫീഷ്യൽസിനും എന്റെ യൂണിറ്റിന്റെ പേരിലും നമ്മുടെ സ്കൂളിന്റെ പേരിലും നന്ദി അറിയിക്കുന്നു. താങ്ക് യു സാർ. ഒരു കാര്യം പറയാനുണ്ട്. തന്നെ മാഡം പറഞ്ഞല്ലോ, നിങ്ങളിങ്ങനത്തെ പ്രസ്ഥാനം നടത്തിയിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്യണം. നമ്മുടെ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ എല്ലാവരും കാര്യങ്ങൾ അറിയുന്ന മൊത്തം ഗൂഗിളിൽ നോക്കി. ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഗൂഗിളിൽ കയറുക, ശരണാലയം മാവേലിക്കര അടിച്ചു നോക്കുക. നിങ്ങൾ ഇന്നത്തെ പ്രോഗ്രാം, ഇവിടുത്തെ ഇതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളെ റേറ്റ് ചെയ്യുക. അതായിരിക്കും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയ, ഞങ്ങളോട് കാണിക്കുന്ന ഏറ്റവും വലിയ സംഭാവന. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയ സംഭാവന അത് തന്നെ ആയിരിക്കും. അപ്പോൾ അത് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയുള്ള ഈ റിലേഷനിൽ കൂടെ ആയിരിക്കും ബാക്കിയുള്ളവർ ഞങ്ങളെ അറിയുന്നത്. ഓക്കെ, ഇവിടെ വരാൻ നിങ്ങൾ ഇവിടെ വന്ന് ഈ ഞങ്ങളുടെ ആൾക്കാരുമായിട്ടൊക്കെ സംവേദിച്ചതിൽ രണ്ട് വാക്ക് നിങ്ങളോടുള്ള നന്ദി പറയാനായിട്ട് ഈ ശരണാലയത്തിൻ്റെ ട്രഷറർ ശ്രീമതി ശോഭാകുമാരിയെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. അപ്പോൾ കുട്ടികളെല്ലാവരും ഓരോ വീടുകളിൽ നിന്ന് വരുന്നവരാണല്ലേ. എല്ലാ വീട്ടിലും ഒരച്ഛൻ അല്ലെ അപ്പൂപ്പൻ ഒരമ്മൂമ്മയൊക്കെ ആയിരിക്കും ഉണ്ടായിരുന്നത്. 24 hours ഞങ്ങൾ അവരുടെ കെയറിങ്ങിനായിട്ട് ഇവിടെ ഉള്ളവരാണ്. അപ്പം ഞങ്ങളുടെ വീട്ടിൽ എത്ര അച്ഛനമ്മമാരുണ്ടെന്ന് അറിയാമോ? നിങ്ങൾ കണ്ടോ ഇത്രയും പേരെ? ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എന്താണ് ചെയ്യുന്നത്? ഒരച്ഛനെയും അമ്മയും പോലും ആർക്കും സഹിക്കാൻ വയ്യ. എല്ലാവരും പറയുന്നത് അങ്ങനെയാണ്, അച്ഛനെയും അമ്മയും
സഹിക്കാൻ വയ്യെന്നാണ് പറയുന്നത്. നിങ്ങളും കുറച്ച് ഏജ് ആകുമ്പോൾ നിങ്ങൾക്കും പതുക്കെ പതുക്കെ ഇങ്ങനെ തോന്നി തുടങ്ങും അവരുടെ രീതികൾ ചെയ്തികളൊന്നും നമുക്ക് ചേരുന്നതല്ല എന്നുള്ളൊരു തോന്നലൊക്കെ വരും. പക്ഷെ അങ്ങനെയൊന്നുമല്ല. നിങ്ങളുടെ ചെറുപ്പത്തിൽ നിങ്ങൾ എത്ര വീണാലും വീണ്ടും വീണ്ടും എടുത്ത് നടത്തിച്ച് നിങ്ങൾ എത്ര അഴുക്കിൽ കിടന്നാലും നിങ്ങളെ ഊട്ടി വളർത്തി കൊണ്ടുവരുന്ന ആ അച്ഛനെയും അമ്മയും അച്ഛൻ്റെ അമ്മയുടെയും പ്രായമാകുന്ന സമയത്ത് നിങ്ങൾ എങ്ങനെ വേണം നോക്കാൻ? നിങ്ങളെ ആ ചെറുപ്പത്തിൽ എങ്ങനെ നോക്കിയോ ആ കെയറിങ് നിങ്ങൾ ആർക്ക് കൊടുക്കണം? അച്ഛനും അമ്മയ്ക്കും കൊടുക്കണം. ശരിയല്ലേ? എല്ലാവരും അങ്ങനെ ചെയ്യത്തില്ലേ? ഒരിക്കൽ പോലും ഒരു സ്ഥാപനങ്ങളിലും നിങ്ങളുടെ അച്ഛനമ്മമാരെ കൊണ്ട് വിടത്തില്ല എന്നൊരു തീരുമാനം നിങ്ങൾ ഇന്ന് ഇവിടെ വെച്ചെടുക്കണം. ഞങ്ങളോട് ചെയ്യാൻ പറ്റുന്ന വലിയൊരു കാര്യമായിരിക്കും അത് നിങ്ങൾക്ക്. കാരണം ഇവിടെ വരുന്ന ഓരോ അച്ഛനമ്മമാരും ഇവിടുത്തെ സാഹചര്യങ്ങളിൽ അവർ വളരെ സന്തുഷ്ടരാണ്. പക്ഷെ അവരുടെ ഉള്ളിൽ ഒരു നീറുന്ന മനസ്സുണ്ട്. വളർത്തി വലുതാക്കിയ മക്കളെ കാണാൻ പറ്റാത്തതിൻ്റെ വിഷമം, അവർ തള്ളിക്കളഞ്ഞതിൻ്റെ വിഷമം, നമ്മൾ എത്രയൊക്കെ ചെയ്തു കൊടുത്തെന്ന് പറഞ്ഞാലും അവരുടെ ഉള്ളിൽ ആ ഒരു വേദനയുണ്ട്. ആ വേദനയൊന്നും നിങ്ങളുടെ ആരുടെ അച്ഛനമ്മമാർക്ക് ഉണ്ടാക്കത്തില്ല എന്നൊരു തീരുമാനം കൂടെ നിങ്ങളിപ്പോൾ എടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ശരിയാണോ? എടുക്കുമോ അങ്ങനെ ഒരു തീരുമാനം? തീർച്ചയായിട്ടും. അപ്പം ഈ ഒരു നല്ല ദിവസം, അതായത് ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെ ഒക്കെ തുടക്കമൊക്കെ ആയിക്കൊണ്ട് നിങ്ങളുടെ ക്യാമ്പിൻ്റെ ആ ഒരു പരിപാടികളിൽ നിന്നുകൊണ്ട് ഇങ്ങനൊരു സ്ഥാപനം സന്ദർശിക്കാൻ നിങ്ങൾ കാണിച്ച ആ മനസ്സിന് ഞങ്ങൾ ആദ്യമേ നന്ദി പറയുന്നു. പിന്നെ ഇതിന് വേണ്ടി പ്രയത്നിച്ച എല്ലാ ഓഫീഷ്യൽസിനും ടീച്ചേഴ്സിനും എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയംഗമായ നന്ദി എൻ്റെ പേരിലും എൻ്റെ ട്രസ്റ്റിൻ്റെ പേരിലും അറിയിച്ചു കൊടുക്കൊള്ളുന്നു. നിങ്ങൾ വീണ്ടും സ്ഥാപനം സന്ദർശിക്കണം. അതായത് ഒരു ക്യാമ്പോ ഒരു ഫംഗ്ഷനോ ഒന്നും വെച്ചിട്ടല്ല, നിങ്ങൾക്ക് വ്യക്തിപരമായിട്ട് വരാം. വന്നിവിടെ വന്ന് അച്ഛനമ്മമാരെ നോക്കാം, അവരോട് ചോദിക്കാം. അവരുടെ ഭാഷയൊന്നും ചോദിക്കില്ലെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്കിവിടെ സുഖമാണോ? എന്തെങ്കിലും കുറവുണ്ടോ? നിങ്ങളുടെ ആ ഒരു ചോദ്യം ഒരു പക്ഷേങ്കിൽ അവരുടെ ആ നീറുന്ന മനസ്സിന് വലിയൊരു ആശ്വാസമാണ്. അപ്പോൾ എല്ലാവരും എത്തുമല്ലേ? ഓക്കെ, ഒരിക്കൽ കൂടി താങ്ക് യു. ഒന്ന് രണ്ട് പേരുണ്ടല്ലോ, ഇവിടെ ഒരാളോട് ഇരിപ്പുണ്ട്. അത് വേണ്ട, കുഴപ്പമില്ല. മധുരം തോന്നുന്നു, ദിവസം മധുരം അടുത്ത് പറഞ്ഞാൽ ഈ കർണാടകത്തില് എല്ലാം പോകുന്നു.